അങ്ങനെ നമ്മൾ ജർമ്മനി എത്തിയിട്ടോ. സമയം എത്രയായി? 12:17 നമ്മൾ ജർമ്മനി ബോർഡർ കുറച്ച് നേരത്തെ ഒരു 2-3 മിനിറ്റ് മുന്നേ നമ്മൾ ജർമ്മനി ബോർഡർ പാസ് ചെയ്തു. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്? നമ്മൾ 6:10, 6:05, 6:10 നമ്മൾ സ്ലൊവേനിയയിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഓസ്ട്രിയയിലൊരു ബ്രേക്ക് എടുത്തു, അതായത് ഒരു 45 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു. നമ്മൾ സ്ലൊവേനിയയിൽ നിന്ന് ഒരു 3 മണിക്കൂർ ഓടിച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു 45 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു. ഇനി നമുക്ക് 4.5 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. അപ്പോൾ 4.5 മണിക്കൂർ ഡ്രൈവിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 45 മിനിറ്റ്സ് ബ്രേക്ക് കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് 4 hour 30 മിനിറ്റ്സിൽ 1 hour 30 മിനിറ്റ്സ് ബാലൻസ് ഉണ്ട്. അപ്പം ആ ഒരു 1 hour 30 മിനിറ്റ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തെ ഡ്രൈവിംഗ് ടൈമിൽ ആഡ് ചെയ്യും. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ 11:05 തോന്നുന്നു നമ്മൾ ഓസ്ട്രിയയിൽ നിന്ന് എന്ത് ചെയ്തേക്കുന്നത്? ഓസ്ട്രിയയിൽ നിന്ന് നമ്മൾ വണ്ടിയായിട്ട് ഇറങ്ങിയത്. അപ്പം 11:04, 12, 3:30, ഏകദേശം 3:35 ആകുമ്പോൾ നമ്മളൊരു 45 മിനിറ്റ്സ് ബ്രേക്കും കൂടി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു 1.5 hour ഡ്രൈവും കൂടി ഉണ്ട്. അപ്പം മിക്കവാറും നമ്മൾ ഏകദേശം നമുക്കിനി പോകാനുള്ള ദൂരം എന്ന് പറയുന്നത് 900 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ നമ്മളൊരു ഐ തിങ്ക് 650 കിലോമീറ്റർ റേഞ്ചിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബ്രേക്ക് ഇടും. ഇനി നമുക്ക് ശനിയും ഞായറും എവിടെയാണ് ബാൻ എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ബാൻ ടൈമിങ് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഫ്രാൻസിലേക്കുള്ള ജേണി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ജർമ്മനി കയറിയിട്ടോ. ജർമ്മനി നമുക്ക് ജസ്റ്റ് ബോർഡറിൽ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയായിരുന്നു. അപ്പം നമുക്കൊക്കെ സ്ലൊവേനിയ ടു ജർമ്മനി എന്ന് പറയുന്നത് 6 മണിക്ക് ഇറങ്ങിയാൽ നമ്മൾ എത്ര മണി? 12 സംതിങ് ആയിരുന്നു നമ്മളിവിടെ എത്തി. സമയത്ത് 12:18 അത്ര ടൈമേ ഉള്ളൂ. അതിൽ നമ്മൾ ഒരു 45 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു. അങ്ങനെ നമ്മളിങ്ങനെ ജർമ്മനിയിൽ കൂടെ, ജർമ്മനി സാൽസ്ബർഗ് വഴിയാണ് നമ്മൾ ജർമ്മനിക്ക് കയറിയത്. ജർമ്മനി കൂടെ പോവാണ് ഗൈസ്. ജർമ്മനിയിലും ഉണ്ട് കേട്ടോ വീറ്റൊക്കെ. പോളോ കാർ ട്രാഫിക് ഉണ്ട് കേട്ടോ. ജർമ്മനി നല്ല ട്രാഫിക് ഉണ്ട്. Is it SOS or he stopped? It is SOS? Yes. Okay. No, Taco is finished. Okay, time finish. He need 45 minutes break. Okay. ഉണ്ട് guys, ഇതാണ് ജർമ്മനിത്തെ റോഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, ജർമ്മനി നമുക്ക് ഫ്രാൻസ് പാരീസിൻ്റെ അടുത്ത് കാണാം നമുക്ക് ഡെലിവറി. ഈഫിൽ ടവറൊക്കെ ഉള്ള പാരീസിൻ്റെ സൈഡാണ് നമുക്ക് ഡെലിവറി വരുന്നത് കേട്ടോ. അപ്പം ജർമ്മനി കൂടെ ഇതിൻ്റെ പേര് A99 കയറും നമ്മൾ. ജസ്റ്റ് ഇപ്പോൾ ഇത്രയും നേരം A8 വന്നത്. ഇപ്പം നമ്മൾ A99. ഓക്കെ, ജർമ്മനി കേട്ടോ. ഇത് അവിടുത്തെ ഒരു ചെറിയൊരു വില്ലേജാണ് തോന്നുന്നു. വില്ലേജാണ് കേട്ടോ. ഈ രീതിയിലാണ് എല്ലാ വീട്ടിലും സോളാറും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രത്യേകതയാണ്, എല്ലാ വീടും ചരിഞ്ഞ് ടൈം കഴിക്കും. അതായത് പ്ലെയിൻ വാർപ്പായിരിക്കില്ല. കാരണം ഐസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഓസ്ഫോർട്ട് ഐസ് വന്നാൽ നമുക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ചരിഞ്ഞ വാർപ്പായിരിക്കും. നമ്മൾ ഗ്ലാസിന് മുകളിൽ ഡേർട്ടായിട്ടുണ്ട്, അത് മാറ്റണം. അല്ലെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ അതിനായിട്ട് ചുണ്ടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ 3rd കൺട്രി സ്ലൊവേനിയ, ഓസ്ട്രിയ, ജർമ്മനി. അപ്പോൾ നമ്മൾ 3rd കൺട്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് 3 യൂറോപ്യൻ കൺട്രി. മച്ചിന് 111, അതായത് അത് ജർമ്മനി മ്യൂഹൻ എന്തോ പറയും. അവിടേക്ക് നമുക്ക് 111 കിലോമീറ്ററാണ് ഗൈസ്. 111. ഇനിയിപ്പം ഇന്നൊരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഫ്രൈഡേ ആണ്. ഫുൾ എല്ലാവരും വീക്കെൻഡ് ആകുമ്പോൾ എല്ലാവരും ട്രിപ്പ് പോയിട്ട് ഇറങ്ങും ഗൈസ്. നമുക്ക് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കാണാം റോഡിലൊക്കെ ഫുൾ എന്താണ് ഫുള്ളായിട്ട് നമുക്ക് ക്യാമ്പർ വാനും അതേപോലത്തെ എല്ലാവരും ഫാമിലി ആയിട്ട് വീക്കെൻഡ് ആകുമ്പോൾ ഇറങ്ങും. ഓരോ രാജ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്
സമയം ചിലവഴിക്കാൻ പോകും. നമുക്ക് റോഡിലൊക്കെ ഫുൾ വണ്ടികളായിരിക്കും. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ തിരക്കായിരിക്കും. ഇവിടുത്തെ ഒരു സിസ്റ്റം അതാണ്. നമ്മളിപ്പോൾ ഒരു വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇവരിവിടെ വെള്ളിയാഴ്ച വൈകുന്നേരം എടുക്കും, പിന്നെ ഞായറാഴ്ച നൈറ്റോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ലീവാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇവരുടെ അടുത്ത വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ 4 ദിവസമേ വർക്കിംഗ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ വർക്കിംഗ് ടൈം പല സ്ഥലങ്ങളിലും 7 to 3 ആണ്. 7 മണി മുതൽ 3 മണി വരെയാണ് അധിക സ്ഥലത്തും വർക്കിംഗ് ടൈം വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് സ്ഥിതി. സോ നമ്മൾ മൂന്നാമത്തെ കൺട്രി അല്ല, മൂന്നല്ല കേട്ടോ, നമ്മളിപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 4 കൺട്രി ഇപ്പോൾ പോയി. ക്രൊയേഷ്യ, സ്ലൊവേനിയ, ഓസ്ട്രിയ, ജർമ്മനി. 4ാമത്തെ കൺട്രിയിലാണ് നമ്മളിപ്പോൾ, യൂറോപ്പിലെ 4ാമത്തെ കൺട്രിയിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇന്ന് നമ്മൾ മിക്കവാറും ജർമ്മനിയിൽ എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റേ. നമുക്ക് നമ്മളെ മാക്സിമം വർക്കിംഗ് ടൈം, നമുക്ക് ഒരു ദിവസം മാക്സിമം 9 മണിക്കൂറേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ 3 മണിക്കൂറും പിന്നെ അടുത്ത 4.5 മണിക്കൂറാണ് കൂടുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളൊരു 45 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു. ഇനി നമുക്കൊരു 4.5 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1.5 മണിക്കൂർ കൂടി ഓടാം. ആ ഒരു ടൈം കൂടി ആയിട്ട് നമ്മൾ എവിടെയാണോ എത്തുന്നത് നമ്മൾ അതിനടുത്തുള്ളൊരു പാർക്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് സ്റ്റേ ആക്കും. ഇന്ന് അവിടെ നമ്മൾ ഹാർട്ടായിരിക്കും. ഇനി നമുക്ക് മിക്കവാറും തിങ്കളാഴ്ച എന്തുള്ളൂ നമുക്ക് പോകാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഇനി ഇൻ കേസ് ബാനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നാളെ എന്ത് ചെയ്യാം, നാളെ നമുക്ക് പോവാം. മിക്കവാറും ശനി ഞായർ ദിവസങ്ങൾ അധിക സ്ഥലത്തും ബാനായിരിക്കും. ഇതാണ് ജർമ്മനിയുടെ തുടക്കം. ഓസ്ട്രിയയിൽ നിന്ന് ജർമ്മനിയിലേക്ക് കയറുന്ന വഴിയാണ് ഗൈസ്. ഓസ്ട്രിയ ടു ജർമ്മനി ഫുൾ ബസ്സുകളുണ്ട് കേട്ടോ. ജർമ്മനിയിൽ കൂടുതലും ആൾക്കാരും എനിക്ക് തോന്നുന്നു ബസ് ആക്സസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓസ്ട്രിയയിലൊന്നും നമ്മൾ ഇത്ര ബസ് കണ്ടിട്ടില്ല. ഈ ഹൈവേ ആയതുകൊണ്ടാണോ അറിയില്ല, ഇവിടെ ബസ്സുകൾ കുറേ ഉണ്ട്. ബസ്സസ് ഓക്കെ. അപ്പം നമ്മൾ ജർമ്മനി കൂടെ പോവാണ്. Actually, what time we have delivery on Monday? You know the timing? 8. Morning 8. Okay. അപ്പം നമുക്ക് മൺഡേ 8 o'clock ആണ് നമുക്ക് ഡെലിവറി. ഓക്കെ, നമുക്ക് 600 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പം നെക്സ്റ്റ് വീക്ക് നമ്മൾ 12 മണിക്ക് ഇറങ്ങിയാൽ നമ്മൾ ഇൻ കേസ് നമ്മൾ ബാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രാവിലെ 12 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 600 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 7 മണിക്കൂർ കൊണ്ടൊക്കെ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ റീച്ച് ചെയ്യും. ഓഫൽ നമുക്ക് 38 കിലോമീറ്ററിൽ ഒരു പമ്പ്, ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ബോർഡാണ് അവിടെ കാണിച്ചേക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ വാർണിംഗ് ഇൻ സെൻട്രൽ ലൈൻ ബ്ലോക്ക് ഓൾസ്ബുർഗ്? I don't know. You don't know? I don't know German language. I also don't know German. We need to study German. Basic German we need to study. Okay, അങ്ങനെ നമ്മൾ 4th കൺട്രി, യൂറോപ്പ് 4th കൺട്രി എത്തി ഗൈസ്.